വാഗോൺ വഴിക്ക് വന്നപ്പോഴേക്കും ഇവിടെ കണ്ടതാട്ടോ, ഇവിടെ ഒരു വണ്ടി ചവിട്ടി ഇവിടുന്ന് മറിഞ്ഞ് തെന്നി വന്നിട്ട് ഈ ഫ്രെയിമിലെങ്ങാണ്ട് ഇടിച്ചേക്കണേ കേട്ടോ. ഈ കയ്യാലെങ്ങാണ്ട് ഇടിച്ച് ഇതേ ജീപ്പറിനും മറിഞ്ഞെടുക്കണം. അത്യാവശ്യം നല്ല ഇടിയാട്ടോ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതേ തോർത്തിലൊക്കെ ചോര കാണുന്നുണ്ട് കേട്ടോ. മേലോശമൊക്കെ മൊത്തം കൂടിപ്പോയി. അതെ, ആദ്യമായിട്ട് നമ്മളിപ്പോൾ വന്ന വഴിക്കൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ടൊരു ജീപ്പ് ആക്സിഡൻ്റായി കിടക്കണ കാണാൻ ആദ്യമായിട്ടാട്ടോ. വേറെയും ചില വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും ഇതെന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. എന്തായാലും നല്ലൊരു ഇവിടെ തന്നെ ഇടിച്ച് വന്ന് കയറിയേക്കണതാണ്. ഇവിടെ വന്ന് ഇടിച്ചിട്ട് ആ സൈഡിലെ ഫ്രെയിമിലൊക്കെ പോയി ഇടിച്ചേക്കോട്ടോ. ആദ്യമായിട്ട് എന്തായാലും. ഇപ്പോൾ റോഡ് ഭയങ്കര തെന്നലാട്ടോ. നമ്മൾ ഈ കട്ടയിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ശരിക്കും നല്ല രീതിയിൽ തെന്നലുണ്ട്. അപ്പോൾ ഇതുകൂടെ കട്ടയെക്കൂടെയും വെള്ളമുള്ള സ്ഥലത്തൊക്കെ സൂക്ഷിച്ച് പോവുക. ഇതുണ്ടോ തെന്നിപ്പോണോണ്ടോ, നല്ല തെന്നലാണ്. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. എന്തായാലും ഞങ്ങൾക്ക് നൈസായിട്ട് പോകണം കേട്ടോ. നല്ല ക്ലൈമറ്റാട്ടോ ഇന്ന്. ഇച്ചിരി മഞ്ഞൊക്കെ ഇറങ്ങി കോടയൊക്കെ ഇറങ്ങി നല്ല വൈബാണ്. ഞാനും അമ്മലും യാസീനും ചാൻസിയും 2 പേരും ഉള്ളൂ കേട്ടോ. ഞങ്ങൾ 4 പേര് 2 വണ്ടിയിലായിട്ട്. വണ്ടി കയറി കഴിഞ്ഞാൽ വീഡിയോ കട്ട് ചെയ്യണം. കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ വാഗമണിലേക്ക് വരുമ്പോൾ ഇങ്ങനൊരു വൈബ് നല്ല രസമാണ്. ഫുള്ള് കോട ഇറങ്ങിയ സമയം ഇപ്പം സമയം കണ്ടോ 1:23 ആയതേ ഉള്ളൂ. വാഗമണിലെ ആ ക്ലൈമറ്റ് നോക്കി, എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് കേട്ടോ. നമ്മുടെ ചെറുക്കന്മാർ 2 പേരും ഉണ്ട്. ഇന്ന് നമ്മൾ തകർക്കും കേട്ടോ. ഇന്ന് എന്താണ് അവസ്ഥ എന്ന് നമുക്ക് അറിയത്തില്ല. നമ്മളിന്ന് പോണത് അത് ഞാൻ പിന്നെ പറയാലോ. അല്ലെങ്കിൽ ഇതുണ്ടോ വാഗമൺ വരുമ്പോഴുള്ള വ്യൂ പോയിൻ്റ് കേട്ടോ. പക്ഷെ ഇവിടേക്ക് വന്ന ആളുകൾ ഒരുപാട് പേര് നിൽക്കുന്നൊരു സ്ഥലവും കൂടെ കേട്ടോ. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഈ കലിങ്കോല പണിതേക്കണതിൻ്റെ അവിടെ കണ്ടോ, ഇത് സ്ലോപ്പാണ്, താഴത്തേക്ക് തെന്നിപ്പോവും. തെന്നിക്കഴിഞ്ഞാൽ നേരെ പാറയാണ്, താഴെ പോവും. പിന്നെ ഇവിടെ നിന്ന് ജീവൻ തിരിച്ച് കിട്ടൂല. അപ്പുറത്തേക്കാണ് പിന്നെ കാട്ടിലെല്ലാം ചാടി കിടക്കുമെന്ന് ഓർക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ വന്ന് നിൽക്കുന്നവർ വളരെ സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇപ്പം മഴയാണ്, മഴക്കാലമാണ്. നല്ല രീതിയിൽ സ്ലിപ്പറി ആയിട്ടാണ് കിടക്കണേ. നല്ലപോലെ പായൽ പിടിച്ച് കിടപ്പുണ്ട്. ഇവിടെ എല്ലാം അതെ കേട്ടോ. അതുണ്ടോ തെന്നി അങ്ങ് പോവുള്ളൂ. തെന്നി കഴിഞ്ഞാൽ പിന്നെ എങ്ങും പിടുത്തം കിട്ടൂല, നേരെ പോവും. താഴെ പാറയെക്കൂടെ നല്ല സ്ലിപ്പറി ആയിട്ട് കിടക്കുക. വീഗാലാൻഡ് ടൂർ പോയാലും ഇരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വന്നു കഴിഞ്ഞാലും ഈ സമയത്ത് ഇതുകൂട്ടുള്ള മലയോര സ്ഥലത്തേക്ക് പോകുന്നവർ വളരെയധികം കെയർ ചെയ്തിട്ട് വേണം പോകാൻ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കേ പോകാനുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും സൂക്ഷിക്കുക. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വന്ന് കണ്ടപ്പോഴേക്കും ഭയങ്കര ഡേഞ്ചറായിട്ട് എനിക്ക് തോന്നി. കാരണം ഇവിടെയൊക്കെ നമ്മളിപ്പോൾ വണ്ടി നിർത്തിയ സ്ഥിതിക്ക് നമ്മളിപ്പോൾ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ചുമ്മാ ഒന്ന് നിൽക്കാം. ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട, നിന്ന് കഴിഞ്ഞാൽ നേരെ താഴെ പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ യാസീനിപ്പി ഉണ്ട്, അമലുണ്ട്, ചാൻസുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഓഫ് റോഡ് പോകാം കേട്ടോ. ഓഫ് റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, ചുമ്മാ ഇരുന്നതാണ്. ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ താഴെ വന്നിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തു. ആ കമൻറ്റ് ചെയ്തതെന്നാണെന്നുള്ള ഞാൻ സൈഡിൽ കാണിച്ചേക്കാം കേട്ടോ. സക്കീർ ബൈക്ക് പറ്റുമെന്നാണ് ചോദിച്ചത്, ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. ഇനി ചെന്ന് നോക്കാം വർക്കൗട്ട് ആവുമോ ഇല്ലെങ്കിൽ ടാസ്ക് കിട്ടുമോ, പെട്ടുപോകുമോ, കയറാൻ പറ്റുമോ. അപ്പോൾ എന്താണെന്നൊന്നും അറിയത്തില്ല. എന്നായാലും പോവാം എന്നോർത്തുകൊണ്ട് തന്നെയുള്ള പരിപാടി കേട്ടോ. മുടിയൊക്കെ മൊത്തം കുഴഞ്ഞു കേട്ടോ. യാസീനിപ്പി അമൽ എല്ലാവരും ഉണ്ട്, എല്ലാവരും കാണിച്ചു. അമൽ ഭയങ്കര ബിസിനസ് ചെയ്യാൻ വേണ്ടി പോണേ. നടക്കോ ഇല്ലയോന്ന് അറിയില്ല. കുളിച്ചിട്ടില്ലല്ലോ, മുടിയൊക്കെ ചെളിയിലേക്ക് ഫുള്ള് കച്ചവടം. അപ്പോൾ ഇപ്പോൾ വീഡിയോ ഒന്നും വണ്ടിയിൽ ഇരുന്നുകൊണ്ട് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാട്ട് ഇടയ്ക്ക് കൊണ്ട് നിർത്തിയിട്ടൊക്കെ വീഡിയോ എടുക്കണേ. എന്തായാലും ഞങ്ങൾ പോവാം. നല്ല പൈൻമരത്തോട്ടങ്ങളാട്ടോ അവിടെ. പക്ഷെ കാണാൻ പാടില്ല, മൊത്തം മരങ്ങളൊന്നും മൂടിയേക്കോട്ടോ. അത് കഴിയുമ്പോൾ ഉണ്ടോ? ഇവിടെ ഒരാവശ്യവും ഇല്ലായിരുന്നു. നമ്മൾ മാന്യമായിട്ട് തന്നെ വന്നു, ഇച്ചിരി വെള്ളമൊക്കെ തെറിപ്പിച്ച് പോകാമെന്ന് ഓർത്തു. അവിടെ വന്നപ്പോൾ വലിയൊരു കട്ടിങ്, എന്നാൽ പതുക്കെ പോകാൻ തീരുമാനിച്ച് അങ്ങനെ ഞാൻ കയറി. ബാക്കിയുള്ളവർ എന്നെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമില്ല. അല്ല ഫ്രണ്ടൊക്കെ പൊങ്ങുന്നു, ബാക്ക് പൊങ്ങുന്നു. ഓ അങ്ങനെ വന്നുകൊണ്ട് പിന്നെ ഞാനും തിരിച്ചു പോയിട്ട് വീണ്ടും വന്നു. ഇതാട്ടോ പാലൊഴുകും പാറ. നല്ല വെള്ളമുണ്ട്. ഇപ്പം വെള്ളത്തോടുകൂടി ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. പാലൊഴുകും പാറ. ഇവിടെ നിർത്തണോടാ?
പോകുന്നേ എവിടെ ഇല്ലെന്നേ, ഞാൻ സൈഡ് പറഞ്ഞു കൊടുക്കാം. പോട്ടെ പോട്ടെ പോട്ടെ, പയ്യെ ചാടിച്ചോ. കേറണ വഴിക്ക് വണ്ടി കൊണ്ട് വട്ട വിട്ടപ്പോഴേക്ക് കേറാനൊരു ആ പതുക്കെ പോട്ടെ. അവിടെ കേറിക്കോട്ടെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ വണ്ടിയൊക്കെ മാറ്റണ്ടേ? അത് കയറി വന്നു, സുഖമായിട്ട് കയറി. ഇത്രയും വീതി കുഴപ്പമില്ല. വരാട്ടുമേട് കയറുമ്പോൾ ഉള്ള നമ്മുടെ ആദ്യത്തെ ടാസ്ക് ആട്ടോ ഇത്. ആദ്യം ഒന്നും വരുമ്പോൾ വലിയ സീനൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം അത്യാവശ്യം ഫസ്റ്റ് തന്നെ ഒരു ടാസ്ക് കിട്ടുന്ന സ്റ്റേജ് ആട്ടോ. നിലവിൽ ഇപ്പം നമുക്ക് ഇവിടെ വരാട്ടുമേടിൽ 3 സ്ഥലത്തെ ടാസ്ക് കിട്ടുന്നത്. ഒന്ന് ഇവിടെ, പിന്നെ തൊട്ട് മേളിൽ, പിന്നെ ഏറ്റവും മേളിൽ. അതിൽ ഫസ്റ്റ് ടാസ്ക് ആട്ടോ ഇത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, മാന്യമായിട്ട് മര്യാദയ്ക്കുമ്പോൾ അതൊക്കെ കയറി കഴിഞ്ഞാൽ കയറും. പിന്നെ മഴയാണ്, ചെളിയാണ്, പാറക്കല്ലാണ്, തെന്നി നടക്കുവാണ്, തെന്നിക്കിടക്കുവാണ്, അതിൻ്റെ ഒരു വ്യത്യാസം. ഇതെല്ലാം കണ്ടു നോക്ക്. ചാക്കിൾപ്പടിയാ പോട്ടെ, പ്ലേറ്റാ. ഒരു പ്ലേറ്റ് ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ. പോട്ടെ, അങ്ങോട്ട് പിടിച്ചേ. ആ പോട്ടെ, ആ സൈഡ് ഫുള്ള് കൂട്ടി എടുത്തോ. കേരള പോട്ടെ പോട്ടെ പോട്ടു, ഒന്നുമില്ല അറിയില്ല. ബമ്പറ ബമ്പറ അതിന്റെ ഒരു പ്ലേറ്റ് പിടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുൾ പ്ലേറ്റ് ഒടിഞ്ഞു, ഫുൾ പ്ലേറ്റ് ഒടിഞ്ഞു. യാസീനിപ്പയുടെ വണ്ടിയെ താഴത്തേക്ക് ഇറക്കി പറഞ്ഞ ഒച്ച കേട്ടത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലത്തെ പ്ലേറ്റ് സെറ്റ് മൊത്തമായിട്ടും ഒടിഞ്ഞു പോയിട്ട്. ഒരു പ്ലേറ്റ് അല്ല, മൊത്തം പ്ലേറ്റ് ഒടിഞ്ഞു അങ്ങോട്ട്. അപ്പോൾ പ്ലേറ്റ് സെറ്റ് വിട്ട് കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിലെ ഹൗസിംഗ് ഗ്രൂപ്പ് ഇച്ചിരി ഫ്രണ്ടിലേക്ക് തള്ളി, അതുകൊണ്ട് ഇച്ചിരി ടാസ്ക് ആയി പോയിട്ടോ. അപ്പോൾ എന്തായാലും വലിച്ചു കയറ്റി ഒരു മൂലയ്ക്ക് ഒതുക്കി നിർത്തിയിട്ട് മുകളിലേക്ക് ബാക്കിയുള്ള വണ്ടിയായിട്ട് പോകാമെന്ന് തീരുമാനിച്ചുകൊണ്ട് അങ്ങനെ പിഞ്ച് വെച്ച് വലിച്ചു കയറ്റി വിട്ടോ. എന്തായാലും സൈഡിലേക്കായിട്ട് ഒതുക്കി ഇടാമെന്ന് വെച്ചു. നമ്മൾ പിന്നെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ടല്ലോ. അല്ലല്ല, അത് കഴിഞ്ഞ ആഴ്ച തൊട്ടേ. അങ്ങനെ നമ്മുടെ യാസീനിപ്പിയുടെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. അതിനെ വലിച്ച് മേലേക്കേറ്റ് ഒതുക്കി ഇട്ടു കേട്ടോ. ഇനി അടുത്ത നമ്മുടെ സുജിംബ്രോയുടെ വണ്ടി വന്നിട്ടുണ്ട്. അതിന് പിന്നെ ഇതൊന്നും വലിയ സീനൊന്നും അല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല.
അത് ഈസി ആയിട്ട് കയറും. ഒത്തിരി ബൈക്ക് റൈഡേഴ്സ് ഉണ്ട് കേട്ടോ ഇങ്ങോട്ട്. എല്ലാവരും ഇതേ മലയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ബൈക്കിൻ്റെ ടയറിലാലോ. ആ ഞാൻ അടുത്ത ടയറിൻ്റെ മേളിൽ കൂടെ കയറി വന്നത്. ഹാൻഡിൽ തിരിയുകയും ചെയ്തു. ഇപ്പം അവിടെ നിന്ന് പോലെ പൊടിയണേൻ്റെ വരെ ഉണ്ടെന്ന്. അത് പറ്റൂലോ. വീഡിയോയിൽ ഇത് കേട്ടല്ലോ. ഞാൻ കട്ട് ചെയ്യില്ല. ഞാൻ ഇത് ഉള്ളത് പോലെ. ആ വണ്ടിക്കൊന്നും ഒന്നും അല്ലടാ, ചുമ്മാ. ശരി, ഇതിനെ വേറെ വല്ല വഴിക്കും വിടായിരുന്നു. ഒടിഞ്ഞോ? എവിടെ ടാസ്ക് എന്ന് ചോദിച്ചു വന്ന വണ്ടിയാട്ടോ ഇത്. ബ്രോ ഒന്നും നോക്കണ്ട, പോയി എടുത്തോളുക. ഒന്നെങ്കിൽ ഫ്രണ്ട് ബമ്പർ, അല്ലെങ്കിൽ ബാക്കി ബമ്പർ, അല്ലെങ്കിൽ അടിയിലത്തെ ഷീൽഡ്. അവനും അത് അറിയില്ലാന്ന് എനിക്ക് തോന്നുന്നു. അല്ല, കട്ടയില്ലാത്ത അതിനൊരു വിഷയം. ഓട്ടോ കയറിക്കോളും. കറങ്ങായിരുന്നേ. ഓ, അങ്ങോട്ട് പിടി. ബാഗേട് അങ്ങോട്ട് പിടിക്കോ. ആ, ബാക്കിയുണ്ടോ? ആ, പോട്ടെ. ബാഗെടുത്തേ. അങ്ങോട്ട് പിടി. റൈറ്റ് പിടിക്കാൻ പറ. ലോക്കർ ഓണാക്ക്. എന്നാലും ആ ടയർ മാറിയില്ല. അങ്ങോട്ട് പിടി, റൈറ്റ് പിടി. ഏതോ ഇല്ലെന്നേ, ഇങ്ങോട്ട് പിടിച്ചാ മതി. ഇങ്ങോട്ട് കയറ്റാനാണ്. ഇങ്ങോട്ട് കയറ്റുമ്പോ നടുക്ക് കുത്തും. അങ്ങോട്ട് പിടിച്ചേ. എടുത്തേ, ഫ്രണ്ട് എടുക്ക. ആ, പോട്ടെ. ലേശം ബാഗ് എടുത്തേ. ലെഫ്റ്റ് അടിച്ചേ. ആ, എന്നിട്ട് പതുക്കെ പൊറോട്ട എടുക്ക. ആ, പോട്ടെ. ആ, ഇനി അങ്ങോട്ട് പിടി. ഫുള്ള് പിടിച്ചോ. ആ, അത് ചെറുതായിട്ട് പോണ്ട്. വർത്താനം പറയുമ്പോ ഒരു കല്ലിട്ട് കൊടുത്താലോ? ഇല്ല, ഉടക്കിക്കുക. ആ, ബൈക്ക് ഉടക്കുക. കല്ലിട്ട് കൊടുത്താലോ? ആ കുഴിയിൽ കല്ലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കയറുമായിരിക്കണം. കല്ലിടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇല്ലാത്തതാണ്. അതിനോട് വിഞ്ചു വെച്ച് വലിച്ചാലോ? കല്ലിടാൻ നിൽക്കണ്ടെന്ന് വെച്ചാലോ? ആ, വീൽപാടിനോട് 2 കല്ലിട്ട് കൊടുക്കാം. അങ്ങനെ തിരിഞ്ഞ് കയറുമോ? ആ, ഓക്കെ. ഒരുത്തരം വിളിച്ചപ്പോ ഏലപ്പാറയിലുള്ളൂ. ചാടിച്ചോ, ആ കുഴി ചാടിച്ചോ. ആ, പോട്ടെ. റിവേഴ്സ് എടുത്തിട്ട് കയറി വരണം. ഒറ്റ ചാട്ടം. വണ്ടി ചാടി വരൂന്ന്. കുതിരയായിരുന്നു ചാടും കേസ്. 4 കാലം കറങ്ങണ കാണിച്ച് പൊറോട്ട ആവൂലേ? ഇത് റിവേഴ്സ് പോയി കൊടുത്തു. വണ്ടി മൊത്തത്തിൽ ഉടക്കിന്നേ. ഞാൻ മര്യാദ പറഞ്ഞ ഇനി ഒന്നുമില്ല, വിഞ്ചിട്ട് വലിച്ചു കയറ്റിക്കോളുക. ഇനിയിപ്പോ അടുത്തത് വിഞ്ചിട്ട് വലിച്ചു കയറ്റാൻ പോട്ടോ. 2 ജീപ്പും കയറിയുന്നു. ഇനിയിപ്പം റുബിക്കോൺ തിരിച്ചിട്ട് അതിന്റെ വിഞ്ച് വെച്ചിട്ട് അതിനെ വലിച്ചു തരണം. യാസിനിപ്പിയുടെ വണ്ടി. അടാ, ഫ്രണ്ടിക്ക് സ്ഥലം ഉണ്ടല്ലോ കയറ്റിട്ട്. ഈ മലയുടെ മേളിൽ ആൾക്കാർ നടക്കണ്ട കേട്ടോ. നമുക്ക് അങ്ങോട്ടാ പോകാനുള്ളത്. അതിന് വേണ്ടി അവിടെ വരെ എത്താനുള്ള കഷ്ടപ്പാടാലോ. കുറച്ചുകൂടി നേരെ വന്നിട്ട് ഓടിക്കണേ. പോട്ടെ. അത് തിരിച്ചാൽ മതി. ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? അതിന്റെ ക്ലച്ച് അത് റിലീസിങ് എങ്ങോട്ടാ?
മാറ്റിയില്ല. ഇങ്ങനെ കിടന്നിരുന്നേ. ഇതാണ് ലോക്ക്. അത് ലോക്കായിരുന്നോ? ആ ഒന്ന് ഔട്ട് ചെയ്ത് നോക്കി. ഈ സ്പൂൺ കൊടുത്തേ. പിഞ്ച് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലേ? പിഞ്ച് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലേ? തള്ളി മറിക്കണമെന്ന്. ഓങ്ങണ്ട് ഫുൾ സങ്കടത്തിലാട്ടോ. അത് പ്ലേറ്റ് ഒടിഞ്ഞാനല്ല കേട്ടോ, ഈ ടാസ്കുകൾ കണ്ടിട്ട് വണ്ടി കയറ്റാൻ പറ്റത്തിൻ്റെ വിഷമത്തിലാട്ടോ പുള്ളി. ഇനി അതിനേക്കാളും മോശമെന്നാ യാസിനെ പറഞ്ഞു. ഇതൊന്നും ഒന്നും ആയിട്ടില്ല എന്നാ പറഞ്ഞേ. ചായ കുടിച്ചിട്ട് മഴയ്ക്ക് വലിക്കല്ലോ. അത് ഔട്ടോടെ യാസ് തിരിച്ചു പിടിക്ക്. ഇത് പെട്ടെന്ന് കയറി പോവും. നമ്മുടെ വണ്ടികളല്ല, നല്ല സ്പീഡാ. നമ്മുടെ വണ്ടി വിഞ്ച് പതുക്കിയായിട്ട് കയറുള്ളൂ, നല്ല സ്പീഡിൽ കയറും കേട്ടോ. വിഞ്ചിൻ്റെ അടുത്ത് നിന്ന് മാറി ഇങ്ങനെയാണ് എന്തുകൊണ്ടും സേഫ്. എന്നാലും ഉടക്കി ഇനി വലിച്ചു കയറല്ലേ ഉണ്ടാവുള്ളൂ, തെന്നി വന്നോളൂ. ടയറിങ് കൂടെ പിടിച്ചോ. ആ ഓക്കെ ഓക്കെ ഓക്കെ, വലിച്ചോ വലിച്ചോ. പതുക്കെ കാലം എടുത്താൽ മതി. എൻ്റെ വണ്ടി തള്ളി വരുന്ന പോലെ തന്നെ തെന്നി പോകണ്ട കേട്ടോ. അപ്പം അത് നമ്മുടെ വണ്ടിയുടെ കുഴപ്പമില്ല, എല്ലാ വണ്ടിയും സെയിം പിച്ചാ. ഇത് നിങ്ങളെല്ലാം അങ്ങോട്ട് ഇറങ്ങിപ്പോണേ ഗൈസ്. ആ ആ ആ സെറ്റായിട്ട് പതുക്കെ പതുക്കെ പതുക്കെ. ബാക്ക് നമ്പർ മാറായിരുന്നു. എനിക്ക് ഫോൺ തന്നാരാ ചാർജ് ചെയ്യാൻ? യാസിന് ഇപ്പം സങ്കടം കാണിച്ചേട്ടോ, ഫുൾ സങ്കടത്തിലാട്ടോ പുള്ളി. അപ്പോൾ വരാട്ടുമേട് ഈ അടുത്തിടെ പോയിട്ടുള്ള ആളുകൾക്ക് ശരിക്കും അറിയാൻ പറ്റും ഇതൊന്നും അല്ല ടാസ്ക് കിടക്കുന്നത് മേളിലേക്കാണ് എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ എന്തായാലും കയറി എത്തുക കേട്ടോ. കയറി കഴിയുമ്പോഴത്തേന് അവിടെ എന്താണ് അവസ്ഥ, ഏതൊക്കെ വണ്ടി താഴെ പോകും തിരിച്ച് കയറും എന്നൊന്നും അറിയത്തില്ലാതെ മേളിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഇതൊരു എപ്പിസോഡിനുള്ള ടാസ്ക് തന്നെ ഉണ്ടായിരുന്നു. യാസിനിപ്പയുടെ വണ്ടി അങ്ങനെ അവിടെ പെട്ടു. നമ്മളിനി 3 വണ്ടിയായിട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ ഓരോ വണ്ടി ഓരോ ചെക്ക് പോസ്റ്റിൽ കൊടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലേക്ക് എത്താണ്ടിരുന്നാൽ കൊള്ളാം. അപ്പോൾ എന്തായാലും വേണ്ടില്ല, അടുത്ത ദിവസം നമുക്കിതിൻ്റെ ബാക്കി കാണാം കേട്ടോ. കാരണം മേളിലേക്ക് ചെല്ലും തോറും ടാസ്കുകളുണ്ട്, നല്ല രസമായിരിക്കും. എന്നായാലും വേണ്ടില്ല, പോയി നോക്കാം. അപ്പോൾ എന്നായാലും അടുത്ത ദിവസം നമുക്കിതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.